നമ്മൾ ഈ വീഡിയോയിൽ ഗ്രീഡി അപ്രോച്ച് വെച്ചിട്ടുള്ള അടുത്തൊരു എക്സാമ്പിളാണ് നോക്കുന്നത്. കോയിൻ ചേഞ്ചിങ് പ്രോബ്ലം അല്ലാതെ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ടാസ്ക് കംപ്ലീഷൻ പ്രോബ്ലമാണ്. ടാസ്ക് കംപ്ലീഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമുണ്ടെന്ന് തന്നിട്ടുണ്ടാവും. നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ മാക്സിമം എത്ര നമ്പർ ഓഫ് ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഏറ്റവും കൂടുതൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ എയിം. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അറേയിൽ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ടാവും. അതിനകത്ത് അറേയുടെ ഓരോ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ തരുന്ന 1 മണിക്കൂർ അല്ലെ 5 മണിക്കൂറിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ടാസ്ക് കംപ്ലീഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഗ്രീഡി അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്ലീഷൻ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഈ ടാസ്കുകളെ സോർട്ട് ചെയ്യുക. ഏത് ഓർഡറിൽ? അസെൻഡിങ് ഓർഡറിൽ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ടാസ്ക് ലിസ്റ്റിലൂടെ കടന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ടൈം എത്ര എടുത്തെന്ന് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ടൈം എത്തണം വരെ നമ്മൾ നോക്കി പോവുക. ആ സമയത്ത് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ള കൗണ്ടുകൾ കൂട്ടുക. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഓരോ ടാസ്കുകളും എടുക്കുക, എന്നിട്ട് അതെടുക്കുന്ന സമയം ടോട്ടൽ ടൈമിലോട്ട് ആഡ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ടാസ്ക് കൗണ്ടും കൂട്ടുക. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഉദാഹരണമായിട്ട് സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് പ്രോഗ്രാമിലോട്ട് നോക്കാം. സപ്പോസ് എനിക്ക് ഒരു 5 ടാസ്കുകളുടെ കംപ്ലീഷൻ ടൈം തന്നിട്ട്, ഒരു ടാസ്കിന് 2 മിനിറ്റ് എടുക്കുന്നതെന്ന് വിചാരിക്കും, വേറൊരു ടാസ്കിന് 3 മിനിറ്റ്, വേറൊരു ടാസ്കിന് 1 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റ് ഇങ്ങനെ തന്നു വിചാരിക്കും. എനിക്ക് അവൈലബിൾ ടൈം 8 മിനിറ്റിനുള്ളിൽ എനിക്ക് മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കംപ്ലീഷൻ ടൈമിലുള്ള ഓരോ ടാസ്കുകളും പല കംപ്ലീഷൻ ടൈമാണല്ലോ, ഇവയെ ആദ്യം എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. അതാണ് ഈ സ്റ്റെപ്പ് 1 2 3 4 6 എന്ന് എടുക്കുന്നു. ഇനി ഞാൻ ആദ്യം 1 എന്ന് പറയുന്ന ടാസ്ക് അവൈലബിൾ ടൈമിനേക്കാളും ലെസ് ആണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പം എൻ്റെ എടുക്കുന്ന ടോട്ടൽ ടൈം 1 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സോ കൗണ്ട് 1 ആയി. ഇനി എനിക്ക് റിമൈനിങ് ബാക്കി 7 എണ്ണമാണ് അവൈലബിൾ ടൈം ഉള്ളത്. ഇനി ഞാൻ ടാസ്ക് 2 എടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ടാസ്ക് 2 എടുക്കുന്നു. അപ്പം ടാസ്ക് 2 എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ടോട്ടൽ ടൈം നേരത്തെ 1 ഉണ്ടായിരുന്നു, 2 കൂടി ആഡ് ചെയ്തപ്പോൾ എത്രയായി, 3 ആയി. അപ്പോൾ എൻ്റെ എത്ര ടാസ്ക് ഇപ്പം കംപ്ലീറ്റ് ആയി, 2 ടാസ്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 3 ആയി മാറി. ഇനി എനിക്ക് അടുത്ത 3 ആണ് അടുത്ത ടാസ്കിൻ്റെത്. അപ്പം ഞാൻ 3യുടെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എൻ്റെ ടോട്ടൽ ടൈം എത്രയായി, 6 ആയി. ഇപ്പോൾ ടാസ്ക് കൗണ്ട് 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 8 വരെയല്ലേ പറ്റത്തുള്ളൂ. ഇനിയുള്ള ടാസ്ക് 4 ആണ്. അപ്പോൾ 6ൻ്റെ കൂടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവൈലബിൾ ടൈമിനെ എക്സീഡ് ചെയ്യും. അപ്പോൾ എനിക്കിനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് ഈ 8 മിനിറ്റിനുള്ളിൽ 3 ടാസ്കുകളെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? സോ ഇത് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ഇനി നോക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം നോക്കാം, ഇതാണ് നമുക്ക് ആ പ്രോഗ്രാം. അപ്പം മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, എൻ്റെ മൗസ് ഇരിക്കുന്നിടത്ത് കംപ്ലീഷൻ ടൈം ഒരു ലിസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അവിടെ ഒരു ജോബിന് 2, ഒരു ജോബിന് 3 ആണ് കംപ്ലീഷൻ ടൈം, ഒന്നിന് 1 ആണ്, ഒന്നിന് 4 ആണ്, 6 ആണ്, ഇങ്ങനെ തന്നിട്ടുണ്ട്. 5 എണ്ണത്തിന് തന്നിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ടൈം 8 ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം ലിസ്റ്റും നമുക്ക് അവൈലബിൾ ടൈം ആയിട്ടുള്ള 8ഉം വരുന്നു. അപ്പം നമ്മൾ ഈ പ്രോഗ്രാമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ടാസ്ക് എന്താ ചെയ്യുന്നത്, ആദ്യം ഈ കംപ്ലീഷൻ ടൈമുകളെല്ലാം സോർട്ട് ചെയ്യുന്നു. അപ്പോൾ സോർട്ടഡ് ഓർഡറിലായി കംപ്ലീഷൻ ടൈം എല്ലാം 1 2 3 4 6 എന്നായി. ഇനി ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ടൈമും 0 ആക്കി വെച്ചു, ടാസ്ക് കൗണ്ടും 0 ആക്കി വെച്ചു. ഇനി ഞാൻ എന്തെടുത്തു, കംപ്ലീഷൻ ടൈമിൽ നിന്ന്, കംപ്ലീഷൻ ടൈം ഇപ്പോൾ സോർട്ടല്ല, ഓരോ ടൈം എടുത്തു. ആദ്യം ഏതായിരിക്കും വരുന്നത്, 1 ആയിരിക്കും. എന്നിട്ട് ആ 1 ടോട്ടൽ ടൈമിലോട്ട് ആഡ് ചെയ്തു. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ ടൈം ആണോ എന്ന് നോക്കി. ആണ് എങ്കിൽ ആ ടോട്ടൽ ടൈമിലോട്ട് ഇപ്പോൾ ഉള്ള ആ കറണ്ട് ടാസ്കിൻ്റെ ടൈം എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ടാസ്ക് കൗണ്ട് കൂട്ടി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ ഓരോ കംപ്ലീഷൻ ടൈമിലുള്ള ഓരോ ടാസ്കുകളുടെയും ടൈം എടുത്തിട്ട് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഓക്കെ. ഇനി എപ്പോഴെങ്കിലും ഈ അവൈലബിൾ ടൈമിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൽസ് ഇട്ട് ബ്രേക്ക് കിട്ടും. അപ്പോൾ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഉള്ള ടാസ്ക് കൗണ്ട് എന്ത് ചെയ്യുന്നു, ഇത് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്, മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ്. ഓക്കെ, താങ്ക് യു.